ഏപ്രിൽ 1-ാം തീയതി ഞാൻ രജിസ്റ്റർ ആയിരുന്നു. 10-ാം തീയതി അവിടുന്ന് മുങ്ങിയതാണ് വ്യക്തി ശ്രീകാന്ത് ശശിധരൻ, കുറിയല്ല ഹൗസ്, എറണാകുളം. അതിന്റെ രജിസ്റ്ററിന്റെ എല്ലാത്തിലും അപ്ലൈ ചെയ്ത സംഭവങ്ങൾ ഏതൊക്കെ ID ഇത് ഞാൻ വെച്ചാ ഇതൊന്നാണ് കേട്ട ശേഷം ചാവാൻ വേണ്ടിട്ട് ചെയ്തതാ, വേറൊന്നല്ല, സത്തില്ല. ഇതൊക്കെ അവരുടെ ശ്രീകാന്ത് ശശിധരൻ, ഇതൊക്കെ വേറെ പെണ്ണുങ്ങളായിട്ട് കിടക്കണ ഫോട്ടോസ് കേട്ടോ. സുധേരേട്ടൻ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല. 9 വർഷമായിട്ട് ലവ് ചെയ്യാം ഒരു പെണ്ണിന് അതിന്റെ കല്യാണം, അതിന്റെ രജിസ്റ്റർ അന്ന് മുങ്ങുമ്പോ എങ്ങനെയുണ്ടോ? എനിക്കതിൽ കുഴപ്പമില്ല, പോട്ടെ. നമ്മള് വേണ്ടെന്ന് വെച്ചാ പിന്നെ അങ്ങനെ തെറ്റ് നോക്കണ്ട. പക്ഷെ എന്റെ കുടുംബത്തിനോട് 9 വർഷമായിട്ട് എന്റെ കുടുംബത്തിനോട് ഞാൻ പിടിച്ചു വെച്ച ഇപ്പൊ വേണ്ട, മാരേജ് വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞ അവരൊക്കെ ഞാൻ പറ്റിച്ച് അവര് എല്ലാവരും മുന്നിൽ ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ട് അത്രേ ഉള്ളൂ. ഞാൻ സൂസൈഡ് അറ്റൻഡ് ചെയ്തതിന്റെ കാര്യം വരാം. അവരച്ഛന്റെ അമ്മയും ഭയങ്കര മാന്യവരാവര്. അവരച്ഛന്റെ അമ്മേനെ വർത്താനം കേട്ട് സഹിച്ചില്ല എനിക്ക്. അതില് സൂസൈഡ് ചെയ്തതാ ഞാൻ. അതിന് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് വന്നു, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഒരുങ്ങി, എല്ലാം ചെയ്യാം. ഞായറാഴ്ച എനിക്ക് ഈ ഫോട്ടോസ്, അവര് വേറെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ എടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വന്നു. അത് എന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് മുങ്ങിയതാ. ഞാനിവിടെ എത്തി, UAE വന്നു, ഞാൻ അന്വേഷിച്ചു വന്നു. കല്യാണം കഴിക്കാനോ ശല്യം ചെയ്യാനോ ഒന്നല്ല നടപടി. ഒരു പെണ്ണിന് ഇത്ര ചീറ്റ് ചെയ്യാനുണ്ടായിരുന്നു 100 പ്രാവശ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ട ശ്രീ, എനിക്ക് നിനക്ക് വേറെ കുറെ ഇതുണ്ട്, എന്നെ കല്യാണം കഴിക്കണ്ട പ്ലീസ്. എനിക്കൊരു ലൈഫുണ്ട്, നിനക്കൊരു ലൈഫുണ്ട്, അത് നോക്കിപ്പോ. ഇല്ല, എന്റെ വീട്ടിലുള്ളവരൊക്കെ വിളിച്ച് കരഞ്ഞ് ഞാൻ ചാവും, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭീഷണിപ്പെടുത്തി. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഓക്കെ, നീ ഇങ്ങനെ ചെയ്യല്ലേ, ചാവല്ലേ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവന് അബുദാബിയില് ബാറുണ്ട്, ശ്രീകാന്ത് ശശിധരൻ, കുറിയല്ല ഹൗസ് ബാറുണ്ട്. പിന്നെ അന്ന് രാത്രി എനിക്കിതൊക്കെ അറിയണ ന്യൂസാണ്. ഇവിടെ മസാജ് സെന്റർ ഉണ്ട് കരാമയിൽ, ഇരുന്നോട്ട്, എനിക്കതില് പ്രശ്നമില്ല. എന്തിനെ പറ്റിക്കണ്, ഞാൻ എന്ത് ചെയ്യണു? ഞാൻ വന്നു, ദുബായി വന്നു, അവരുടെ ഫ്രണ്ട്സുകളോ ഒക്കെ എന്നെ ഇതാക്ക. ആ പെണ്ണ് കരാമയില് അവര് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ് എന്നെ കൊല്ലും, എന്നെ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുക. രണ്ട് മക്കളുടെ അമ്മയാ. അവർക്കറിയില്ലല്ലോ. അവർ 5 വർഷമായിട്ട് പ്രണയിക്കുക. ഭയങ്കര വൈഫ് ആൻഡ് ഹസ്ബൻഡ് ശ്രീകാന്തായിട്ട്. 2 കുട്ടികളും ഉണ്ട്. ഇവന്റെ അല്ല, ആ പെണ്ണിന്റെ കുട്ടികളോ. ആർക്കിന് ശ്രീകാന്തിന് കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയതാ. പാവ ആ പെണ്ണ്. എന്നെ സ്നേഹിക്കുമ്പോ കേസ് സംഭവമൊക്കെ പറഞ്ഞപ്പോ കൂടെ ഞാൻ വിശ്വസിച്ചില്ല ആ പെണ്ണിനെ പറ്റിട്ട്. പാവ ആ പെണ്ണിനായിട്ട് ചീപ്പായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുക. അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഏതൊരു ലവ് ചെയ്യുമ്പോ കൂടെ നമ്മൾ അതെല്ലാം വിശ്വസിക്കുള്ളൂ. അത്രയുള്ളൂ. എനിക്കറിയില്ല. ഞാന് ഇന്ത്യൻ കോൺസുലേറ്റിലായിട്ട് ബൈക്കിന് നിയമൊക്കെ ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കും. ബൈക്കിന് തീർച്ചയായിട്ടും പോരാടും ഞാൻ. അവരെ കാണുന്നു, ഇവിടുത്തെ കണ്ടിട്ടുണ്ട്, അവര് സംസാരിച്ചിട്ടുണ്ട്. എന്റെ എവിഡൻസ് വേണ്ട. എന്റെ രജിസ്റ്റർ ചെയ്ത് മാത്രമേ എന്റെ എവിഡൻസ് ഉള്ളൂ. പിന്നെ 1-2 കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും എല്ലാം പ്ലാനായിട്ട് കളിച്ചിരിക്കുക. വന്ന് എന്റെ ഫോൺ ചെക്ക് ചെയ്ത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എന്റെ ഫോൺ ചെക്ക് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത്
അടിപൊളിയായിട്ട് പ്ലാൻ അടിപൊളിയായിരുന്നു. എന്തിന് ആർക്ക് വേണ്ടിന്ന് പോലും എനിക്ക് അറിയണില്ല സത്യമായിട്ട്. ഞാൻ നാണം കേട്ടത് എന്റെ കുടുംബങ്ങളിലും നാട്ടുകാരുടെ മുന്നിൽ ആരുടെ മുന്നിലൊക്കെ ഞാൻ എന്ത് ഒരു പെണ്ണ് അറിയില്ല. എന്തോ ഞാൻ UAE ഇപ്പൊ ഉള്ളത്. കുറച്ച് ദിവസം വിസിറ്റിംഗിൽ വന്നിരിക്കുക, ഇവരെ തേടി വന്നിരിക്കുക. ഞാൻ ഇവരെ ഹോട്ടലിൽ ഇവരെ ബാറിൽ പോയി അന്വേഷിച്ചപ്പോ അവിടെ ബാൻ ചെയ്തിരിക്കുക. അവിടെ എന്നെ കയറ്റരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവര് വീട്ടിൽ പോയി അബുദാബിയില് തേടി പിടിച്ചിട്ട് പോയപ്പോ അവിടെയുള്ളവർ പറഞ്ഞു ഇതേപോലെ തിങ്കളാഴ്ച അവിടെ നിന്ന് വന്നതാണ്. ചൊവ്വാഴ്ച രാത്രി അവരുടെ അച്ഛൻ വന്നിട്ട് അവരുടെ അച്ഛനെയും കൂട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിരിക്കും. എവിടെയൊന്നും അറിയത്തില്ല. അവരുടെ ഓഫീസിൽ വിളിച്ചപ്പോ അവരുടെ ഓഫീസിൽ ഏതോ ദീപ എന്നൊരു പറഞ്ഞൊരു വ്യക്തി ഭയങ്കര കള്ളം. ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഫ്രണ്ടിന് തന്നെയാ സപ്പോർട്ട്. സമ്മതിച്ചു. ഒരു പെണ്ണിന്റെ നിന്ന് കാണാൻ അത് മനസ്സിലാവുന്നില്ല. എല്ലാവരും എല്ലാം ചെയ്യേണ്ടത് എനിക്കെല്ലാം അറിയില്ല.